നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോളിവുഡിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു ഗായികയാണ് സുചിത്ര. 2017 സുജി ലീക്സ് എന്ന പേരിലുണ്ടായ വിവാദം 7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വരുന്നത്. പിന്നണി ഗായിക സുചിത്രയുടെ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളും വീഡിയോസും ഒക്കെയാണ് വിവാദങ്ങൾക്ക് കാരണമായതും. പിന്നീട് കുറേ കാലമായി സുചിത്രയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു. ധനുഷ്, ഐശ്വര്യ, രജനീകാന്ത്, തൃഷ, ചിമ്പു, കാർത്തിക് കുമാർ തുടങ്ങിയ നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണങ്ങളാണ് ഗായിക ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോഴിതാ മലയാള സിനിമയെ ഞെട്ടിക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായാണ് ഗായിക സുചിത്ര രംഗത്തെത്തിയിരിക്കുന്നത്. നടി റിമ കലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണെന്നാണ് സുചിത്ര ആരോപിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ റിമ കലിംഗൽ നടത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പാർട്ടികളിൽ പങ്കെടുത്ത ഒരുപാട് ഗായകർ തന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുകയായിരുന്നു. റിമ കലിംഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ്. പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുകുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഗായിക വ്യക്തമാക്കി. പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തിരുന്നു. കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമ കലിംഗലിനും ആഷിഖ് അബുവിനും എതിരെയല്ലേ എന്നും അവർ ചോദിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാവാൻ സ്വയം തീരുമാനിച്ചോ എന്ന് റിമയോട് ആരും ചോദിക്കുന്നില്ല. റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികളാണ് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതെന്ന് അറിയാമോ? പെൺകുട്ടികൾ മാത്രമല്ല, പുരുഷന്മാരും പാർട്ടിയിൽ പങ്കെടുത്തുവെന്നും സുചിത്ര ആരോപിക്കുകയാണ്. റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായകർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് നടിക്കെതിരെ കമന്റുകളിൽ പ്രതിഷേധം ഉയരുന്നത്. ഇത്രയും പരസ്യമായി ഒരാൾ നടിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതെന്നും ചോദ്യം ഉയരുന്നുണ്ട്. മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റിമ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതിയോ ഇതുവരെയും പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല. സുചിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. അന്വേഷണം നടത്താത്തത് എന്താണെന്നും ആരും ഈ വിഷയത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നും അവർ പറയുന്നു. ഷോർട്സ് എൻഡ്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.